എല്ലാവർക്കും നമസ്കാരം. ജോയിൻറ്റ് പെയിൻസിന് കൂടെ എപ്പോഴും ബോഡിയിലൊരു ക്ഷീണം അനുഭവപ്പെടുക, മുടി കൊഴിച്ചിലുണ്ടാവുക, എപ്പോഴും മൂഡ് സ്വിങ്സ് വരിക, ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് മിക്ക ആൾക്കാർക്കും അറിയാം ഇത് വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണ്, ഡോക്ടറെ കണ്ട് ഡോക്ടർ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാണ്. മെഡിസിൻസ് കുറേ നാൾ കഴിച്ചിട്ടും വേദനയ്ക്കൊന്നും വലിയൊരു വ്യത്യാസമൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇത്രയും നാൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടും എന്താണ് വേദനകളൊക്കെ ഇങ്ങനെ മാറാതെ നിൽക്കുന്നത്? ഇവിടെയാണ് കാരണം കിടക്കുന്നത്. അതായത് നമ്മളൊരു ജോയിൻറ്റ് പെയിൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബോൺ പെയിൻ വരുമ്പോഴോ വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നത് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു എലമെൻ്റ് ഉണ്ട്, അതാണ് കാൽഷ്യം. അതായത് കാൽഷ്യവും വൈറ്റമിൻ ഡിയും കോ വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ബോഡിയിൽ കിട്ടിയിരിക്കണം. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് കാൽഷ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. കൂടാതെ നമ്മുടെ പേശികളുടെയും ഹാർട്ടിൻ്റെ മസിൽസിൻ്റെയും ഹെൽത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് കാൽഷ്യം. വൈറ്റമിൻ ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്ത് രക്തത്തിലേക്ക് എത്തിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും ഫങ്ഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയാണ് ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടും വേദനകളൊക്കെ മാറാതെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം നോക്കാം. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ നിന്ന് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി കഴിക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കാൽഷ്യം നമ്മുടെ ബോഡിയിൽ എത്തിയില്ല എന്നാണെങ്കിൽ വൈറ്റമിൻ ഡി നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് അന്വേഷിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബോൺസിലാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ബോൺസിൽ നിന്നും കാൽഷ്യത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ബോൺസ് വീക്കാവില്ലേ? ഈ ഒരു ഇംബാലൻസ് കാരണമാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിച്ചാലും പെയിൻ മാറാതെ നിൽക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഒട്ടും കുറവാണ് ബോഡിയിൽ എന്നാണെങ്കിൽ നമ്മൾ തീർച്ചയായും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിച്ചിരിക്കണം. രണ്ടാമത്തെ വഴി, നമുക്ക് ഭക്ഷണത്തിലൂടെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് റാഗിയിലാണ്. കൂടാതെ എള്ള്, മുരിങ്ങയില, ചീര പോലെയുള്ള ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പാലും പാലിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങളും ബദാം, ഫിഗ് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് കാൽഷ്യം ബോഡിയിലേക്ക് കിട്ടും. ഇനി നോൺ വെജ് സോഴ്സ് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ മീനുകളിലൊക്കെ കാൽഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മുട്ടയുടെ മഞ്ഞ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബോഡിയിലേക്ക് ആവശ്യത്തിനുള്ള കാൽഷ്യം കിട്ടും. അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ് പല അസുഖങ്ങളും മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ